ഞാൻ നാട് വിട്ടു പോവാന്ന് ആരും വിചാരിക്കണ്ട. ഇതെല്ലാം എന്റെ ഹോസ്പിറ്റലിലേക്കുള്ള പാക്കിംഗ് ആണ്. എനിക്കും എന്റെ കുഞ്ഞു വാവക്കും ഉള്ള പാക്കിങ്സ് ആണ്. അപ്പൊ ഇതെന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളോടെ ഉള്ളൂ എൻ്റെ ഡേറ്റിലേക്ക്. ഇതെവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ഓരോ പെട്ടിയിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ റെഡിയാക്കിയതാണ്. നോനോ, വീട്ടിൽ പോയി മമ്മി റെഡിയാക്കിയത് നേരെ ഇങ്ങോട്ട് എടുത്തുണ്ടെന്നതാണ്. ഓരോ പെട്ടിയിൽ എന്തൊക്കെ സാധനമാണ് എനിക്ക് ഓർമ്മയില്ല. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ബേബിക്കുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്ന് കാണാം. ഫസ്റ്റ് ഞാൻ ഒരു 5 സെറ്റ് കുപ്പായാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൽ ഒന്ന് ഞാൻ ഫുൾ കൈ ഉള്ള എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ കുടുക്ക് വരുന്ന ടൈപ്പാണ് എടുത്തത്. അങ്ങനെ കുപ്പായതാ ഫസ്റ്റ് സെറ്റ്. അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ബേബിക്കുള്ള ടെർക്കി ഞാൻ 2 എണ്ണമാണ് സെറ്റായിട്ട് വെക്കുന്നത്. ഒന്ന് അത്യാവശ്യം ഇതിൻ്റെ ലോങ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വലിപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള 2 ടെർക്കിയാണ് ഞാൻ വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് കഷ്ണമാണ്. കുറച്ച് കഷ്ണങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. ഞാനിത് മൊത്തമായിട്ട് എല്ലാം എടുക്കുന്നില്ല. കുറച്ച് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ ബേബി വൈപ്സ്, ഇത് അത്യാവശ്യമായിരിക്കും. നമ്മൾ എന്താ പറയുക, സോപ്പ് ഇതിലെടുക്കുന്നുണ്ട്. പക്ഷെ ഈ മോയ്സ്ചറൈസർ, ജെല്ല്, പൗഡർ അങ്ങനത്തതൊന്നും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ആവശ്യം വരില്ല. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യൂല. അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. ഈ ബേബി വൈപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹിമാലയന്റെ ഒരു സോപ്പാണ് ബേബിക്കുള്ള. ഈ മോയ്സ്ചറൈസർ ഒന്നും ഞാൻ തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നില്ല. ഞാൻ വീട്ടിലേക്ക് വാങ്ങാന്ന് വിചാരിച്ചു. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാലോ. അങ്ങനെ പിന്നെ നമുക്ക് പാവക്കിടാനുള്ള ഷോക്സ് വാങ്ങിയിട്ടുണ്ട്. കൈക്കിടാനുള്ള ഒരു ഗ്ലൗസും ഒരു കുഞ്ഞു തൊപ്പിയും വാങ്ങിയിട്ടുണ്ട്. ഇത് സെറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു പാരച്യൂട്ടിന്റെ ഒരു കുഞ്ഞു വെളിച്ചെണ്ണ, അത് ആവശ്യമുണ്ടെങ്കിൽ വാവനെ എന്തെങ്കിലും തുടയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ വാവക്കുള്ള ഒരു കുഞ്ഞുമുണ്ട്. പിന്നെ മെയിന് വേണ്ടത് പമ്പേഴ്സാണ്. അപ്പോൾ 2 പമ്പേഴ്സും ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കും എന്താണ് സീറ്റ്, നമ്മൾ ബേബിക്ക് യൂറിനൊക്കെ തട്ടാതിരിക്കാനുള്ള സീറ്റും നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമില്ല. എല്ലാവരും സീറ്റ് പാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞത് അത് അത്ര ആവശ്യം വരില്ല. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ പമ്പേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അതും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് അതും ഞാൻ എടുത്തില്ല. അർജന്റായിട്ട് ബേബിക്കുള്ള സാധനങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇതൊരു സാധനം ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ഇത് എന്താ ആവശ്യം വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പിന്നെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു പില്ലോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊതുകുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പില്ലോ ഞാൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ബേബിക്കുള്ളത് ഏകദേശം ഞാൻ ഇത്രയാണ് സാധനങ്ങൾ എടുക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇനി അടുത്തത് എൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ എനിക്കറിയാവുന്ന സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കതും കൂടി എടുത്തു വെക്കാമല്ലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു 5 സെറ്റ് മാക്സിയാണ് എടുക്കുന്നത്. ഞാൻ ടോപ്പ് മോഡലൊന്നും എടുക്കുന്നില്ല. കാരണം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മാക്സിയാണ് യൂസ് ചെയ്യാൻ കഴിയുക. അതിൽ ഒന്ന് ഞാൻ കുടുക്കുള്ള ടൈപ്പ് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ലാബ് റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ കുടുക്കുള്ള ചോദിക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞ്, അതുകൊണ്ട് പിന്നെ 4 മാക്സി ഞാൻ സാധാ സിബുള്ള ടൈപ്പാണ് എടുത്തത്. നമുക്ക് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിന് 3 ഷാള് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് കൂടെ യൂസ് ചെയ്യാൻ. പിന്നെ ഇതെനിക്ക് ആവശ്യം വരുമോയെന്ന് അറിയില്ല, എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ കയ്യിൽ കരുതാണ്. ഒരു 2 പാവാട നമുക്ക് മാക്സിൻ്റെ അടിയിൽ യൂസ് ചെയ്യാനുള്ള. പിന്നെ ഇത് എൻ്റെ മെറ്റേണിറ്റി പാഡ്, ഇന്നർവേഴ്സ്, പാൻറ്റീസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇതിലുള്ളത്. അത് പ്രത്യേകിച്ച് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇത് ഒരു തുണി ലാബ് റൂമിൽ അവർ ചോദിക്കുന്നു പറഞ്ഞതുകൊണ്ട് ഒരു അത്യാവശ്യം ഡബിൾ തുണി ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 3 മുണ്ടോളം ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാധാ നോർമൽ ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് നോർമല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഒരു ബോഡി ലോഷൻ എടുക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ ഒരു സമയമായതുകൊണ്ട്, ലാസ്റ്റ് സമയമായതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര കിതപ്പാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞാനൊരു സോപ്പ് എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഒരു ഫേസ് വാഷ്,
പിന്നെ മോയ്സ്ചറൈസർ, ഇതൊക്കെ എനിക്ക് ഡോക്ടർ തന്നത് തന്നെയാണ് കേട്ടോ. മോയ്സ്ചറൈസർ, പിന്നെ വാസ്ലിന് നമുക്ക് എന്തെങ്കിലും സ്കിന്നൊക്കെ ഡ്രൈ ആകണമെങ്കിൽ വെച്ചിട്ട്, പിന്നെ കുറച്ച് എൻ്റെ എന്താ പറയുക ക്രീംസ് ഉണ്ട് എൻ്റെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള. പിന്നെ തലവേദനയൊക്കെ വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ടൈഗർ ബാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ. ഒരുവിധം ലോങ് വീഡിയോയിലൊക്കെ ബേബിക്കുള്ളതും അമ്മയ്ക്കുള്ളതും കാണിക്കും, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യം വേറെ ഒഫീഷ്യലി ഉള്ള സാധനങ്ങളൊന്നും കാണിക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചു. ആദ്യം ഇതാ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉമ്മ കേട്ടോ സെറ്റാക്കി, അതുകൊണ്ട് ഞാനിങ്ങനെ കാണുന്നത് പറഞ്ഞു തരാണ്. ഇതൊരു ബ്ലാങ്കറ്റ് ആണ്, അത്യാവശ്യം ഈ തണുപ്പൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഒരു 3 ബെഡ്ഷീറ്റോളം ഉമ്മ എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഉമ്മ എടുത്തിട്ടുണ്ട്. 1 2, പിന്നെ ഒന്നുകൂടി ഈ കവറിലുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇതിലൊരു തൽക്കാണി ഉമ്മ വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും നിലത്തൊക്കെ കിടക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ ഇതിലിതാ ഒരു വൈറ്റ് തുണി കാണുന്നുണ്ട്. പിന്നെ പായ് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. ഇനി ആരെങ്കിലും അധികമൊക്കെ ഉണ്ടെങ്കിൽ പായ് വേണം. പിന്നെ നിസ്കാര കുപ്പായം, അത് പിന്നെ നമുക്ക് അത്യാവശ്യമാണല്ലോ. പിന്നെ ഈ കവറിലുള്ളത് ഫുള്ള് നമ്മളെ അടുക്കള സാധനങ്ങളാണ്. തൂക്കിപ്പാത്രം ഉണ്ട്, സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ട്, പ്ലേറ്റ്, പിന്നെ എന്താ പറയുക സ്പൂണ്, ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി. പിന്നെ നമ്മുടെ പാൽപ്പൊടി ഒന്നും ഇതിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ, പാൽപ്പൊടിയൊക്കെ ലാസ്റ്റേക്ക് വെക്കാന്നാണ് പറഞ്ഞത്. ചായപ്പൊടി ഇതിലെത്തിയിട്ടുണ്ട്, ഈ പാൽപ്പൊടിയും പഞ്ചസാരയും ഒന്നും എത്തിയില്ല. പിന്നെ അതാ വിമ്മ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പ്ലേറ്റ്, ഉപ്പ്, അങ്ങനത്തെ കുറച്ച് നമ്മളെ കിച്ചൺ സാധനങ്ങൾ, ഞാൻ ഈ പേര് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിലെന്തെങ്കിലും വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ സ്ലിപ്പർ എന്തായാലും എടുക്കണം, ഒരു ഹവായി ചെരുപ്പ്. കാരണം നമുക്ക് ചിലപ്പോൾ ഈ കാലുവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ, അത് ഞാൻ പറയാൻ മറന്നതാണ്, അത് എൻ്റെ ബാഗിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സാധനം ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഇവിടെ ഞാൻ നിർത്തുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.